നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും തന്ത്രപ്രധാനമായ പ്രതിരോധ പരീക്ഷണങ്ങൾക്കായി ഇന്ത്യ ഇടയ്ക്കിടെ നോട്ടാം പുറപ്പെടുവിക്കാറുണ്ട്, അഥവാ നോട്ടീസ് ടു എയർമെൻ. ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ നോ ഫ്ലൈയിങ് സോൺ അഥവാ അപായ മേഖല പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ നടത്തുന്ന നീക്കമാണ് നോട്ടാം. ഇന്നും നാളെയും അത്തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ 2530 കിലോമീറ്റർ ദൂരത്തിൽ നോട്ടാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യ വലിയൊരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാജ്യം അത്യാധുനിക ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-6ന്റെ പരീക്ഷണത്തിന് ഒരുങ്ങുന്നതായിട്ടാണ് സൂചന. ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ഏകദേശം 2530 കിലോമീറ്റർ നീളുന്ന പാതയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡും ചേർന്ന് നടത്തുന്ന തന്ത്രപ്രധാനമായ ഒരു മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണത്തിലുള്ള തയ്യാറെടുപ്പാണിതെന്നാണ് നിലവിലെ വിവരങ്ങൾ. വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പൈലറ്റ്മാർക്കും എയർലൈനുകൾക്കും നാവികർക്കും മുന്നറിയിപ്പ് നൽകുന്നതിനായി പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക അറിയിപ്പാണ് നോട്ടാം. മിസൈൽ പരീക്ഷണങ്ങളുടെ സമയത്ത് വിക്ഷേപണ വേളയിലും വിമാനങ്ങളുടെയും കപ്പലുകളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിർദ്ദിഷ്ട വ്യോമപാതയും തൊട്ടടുത്തുള്ള സമുദ്രഭാഗവും ഇതിന്റെ ഭാഗമായി താൽക്കാലികമായി അടച്ചിടും. പ്രഖ്യാപിക്കുന്ന നോട്ടാം പാതയുടെ വിസ്തൃതി പ്രതിരോധ വിദഗ്ധർ മിസൈലിന്റെ പ്രഹരശേഷിയുടെ സൂചകമായി കണക്കാക്കാറുണ്ട്. അതിനാൽ തന്നെ 2500 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഒരു പാത ഹ്രസ്വ മധ്യദൂര മിസൈലുകളെക്കാൾ തന്ത്രപ്രധാനമായ ഉയർന്ന ശേഷിയുള്ള മിസൈൽ സംവിധാനത്തിന്റെ പരീക്ഷണമായിരിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. നോട്ടാം പ്രാബല്യത്തിലുള്ള സമയത്ത് സിവിലിയൻ വിമാനങ്ങൾക്കോ യാത്രാ വിമാനങ്ങൾക്കോ ഈ മേഖലയിലൂടെ പറക്കാൻ അനുമതി ഉണ്ടാവുകയില്ല. പരീക്ഷിക്കാൻ പോകുന്ന മിസൈൽ ഏതാണെന്ന് പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത്യാധുനിക അഗ്നി സീരീസിലുള്ള ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കാം ഇതെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇതിൽ പരിഷ്കരിച്ച പേലോഡോ അതല്ലെങ്കിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ശേഷിയുള്ള മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അഥവാ MIRV സാങ്കേതിക വിദ്യയോ ഉൾപ്പെട്ടിട്ടുണ്ടാകാം. 10,000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്ന അഗ്നി-6 സാങ്കേതികമായി സജ്ജമാണെന്ന് മുൻ DRDO ചെയർമാൻ സമീർ വി കാമത്ത് നേരത്തെ അറിയിച്ചിരുന്നു. അതും ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകളും ഈ മിസൈലിന്റെ പരീക്ഷണം എന്ന സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതല്ലെങ്കിൽ ഇന്ത്യയുടെ സമുദ്രാധിഷ്ഠിത ആണവ പ്രതിരോധ പദ്ധതിയുടെ പ്രധാന ഭാഗമായ K4 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ 3 മാസത്തിനിടെ DRDOയും സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡും ചേർന്ന് നടത്തിയ പ്രമുഖ മിസൈൽ പരീക്ഷണങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷമാണ് ഏറ്റവും പുതിയ പരീക്ഷണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മെയ് 8-ന് ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് MIRV സാങ്കേതിക വിദ്യ ഘടിപ്പിച്ച അത്യാധുനിക അഗ്നി മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചിരുന്നു. ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ച് ഒന്നിലധികം ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ശേഷി ഇതിലൂടെ അന്ന് തെളിയിക്കപ്പെട്ടു. മെയ് 22-ന് ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി-1ന്റെ പതിവ് യൂസർ പരീക്ഷണവും നടന്നു. ജൂണിൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സംവിധാനത്തിന്റെ ഒന്നിലധികം പരീക്ഷണങ്ങൾ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഇതിനൊപ്പം നാവികസേനയ്ക്കായിട്ടുള്ള നേവൽ ആന്റിഷിപ്പ് മിസൈൽ മീഡിയം റേഞ്ചിന്റെ കന്നി പരീക്ഷണവും അന്ന് നടന്നു. തുടർന്ന് ജൂൺ 15-ന് തദ്ദേശീയമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ 1000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിൽ വിജയകരമായി പതിച്ചു. പിന്നീട് ജൂൺ 23-ൽ, അതായത് ഏറ്റവും ഒടുവിൽ, കുശ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലിന്റെ കന്നി വിമാന പരീക്ഷണവും ഇന്ത്യ നടത്തി. നോട്ടാമിന്റെ വിസ്തൃതി കണക്കിലെടുക്കുമ്പോൾ വരാനിരിക്കുന്ന പരീക്ഷണം ഇന്ത്യയുടെ ദീർഘദൂര തന്ത്രപ്രധാന ആക്രമണശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്നും പരക്കെ പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നിരുന്നാലും പരീക്ഷണം പൂർത്തിയായ ശേഷമേ കൃത്യമായി ഏത് മിസൈലാണെന്ന് സ്ഥിരീകരിക്കാനും സാധിക്കൂ.